മുഖ്യമന്ത്രി സംവാദത്തിൽ നിന്ന് പിൻവാങ്ങിയത് എന്നെ വല്ലാതെ നിരാശപ്പെടുത്തി. ഞാൻ വല്ലാത്ത പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി നേരിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടാനുള്ള സ്ഥലവും തീയതിയും അദ്ദേഹം അറിയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ അദ്ദേഹം അത് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയുള്ള ഇതാക്കി മാറ്റി. സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ സംവാദം നടത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മള് ചില നുണകൾ അദ്ദേഹം പറയുമ്പോൾ അതിന് ഞാൻ മറുപടി പറയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ല. ഇപ്പൊ 4,43,000 പേർക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വീട് വെച്ചു കൊടുത്തു എന്ന് ഞാൻ തെളിയിച്ചപ്പോ അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞ 4,000 വീടേ ഉണ്ടായിരുന്നതെന്ന്. ആ 4,000 വീട് മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിതതെന്ന് അദ്ദേഹം ഒരു എമണ്ടൻ നുണ, ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നുണ പറഞ്ഞപ്പോൾ ഞാനത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭാംഗങ്ങൾ നിയമസഭയിൽ തന്ന ഉത്തരം വെച്ച് അത് അല്ലാന്ന് തെളിയിച്ചു. ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് തെളിയിച്ചു ഇല്ലേ? അദ്ദേഹം പറഞ്ഞാണ് നുണയെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു പരാമർശവും ഇല്ല എല്ലാ കാര്യത്തെക്കുറിച്ചും. ഇപ്പൊ എന്താ പറയുന്നത്, SDPI ഞങ്ങൾക്ക് പിന്തുണ നൽകിയാൽ ഞങ്ങൾ എന്തിനാണ് വേണ്ടാന്ന് പറയണമെന്നാണ് ഇപ്പൊ മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അപ്പൊ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്തപ്പോ ഇതല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. UDFന് പിന്തുണ കൊടുത്തപ്പോ വെൽഫെയർ പാർട്ടി ഭയങ്കര വർഗീയവാദികളാണ്, ഭയങ്കര പ്രശ്നമാണ്, മതരാഷ്ട്രവാദികളാണ്. 40 കൊല്ലം അവരെ തോളത്ത് വെച്ചുകൊണ്ട് നടന്നതിന് ശേഷം അപ്പോ മതേതരവാദികളും ഞങ്ങൾക്ക് പിന്തുണ കൊടുത്തപ്പോ വർഗീയവാദികളും ആയി മാറ്റി. അപ്പൊ SDPI മതേതരവാദവും SDPI വർഗീയവാദവും ഒന്നും അല്ല പ്രശ്നം. SDPI പിന്തുണ ഞങ്ങൾക്ക് നൽകി, ഞങ്ങൾ എന്തിനാ വേണ്ടാന്ന് പറയണമെന്ന്. UDF വേണ്ടാന്ന് പറയുന്നു. UDF വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് അറിയാലോ. UDF വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റ് ഇന്നും SDPIയുടെ പത്രസമ്മേളനത്തിൽ അവരെ എന്നെയാണ് വ്യക്തിപരമായി ആക്രമിച്ചത്. ഞാനത് പറഞ്ഞു. ഞാൻ UDFന്റെ തീരുമാനം പത്രസമ്മേളനം നടത്തി പറയുകയാണ് ചെയ്തത്. SDPIയുടെ പിന്തുണ വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കൂട്ടർ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ച ആദ്യത്തെ മുന്നണിയാണ് UDF. മുഖ്യമന്ത്രിയാണ് മറന്നുപോകണ്ട. മുഖ്യമന്ത്രിയെ ഞാൻ ഓർമ്മപ്പെടുത്താം. മുഖ്യമന്ത്രി ഇപ്പോ എവിടെ എത്തിയിരിക്കുന്നു? അവസരവാദത്തിന്റെ ആൾരൂപമായി മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഇപ്പൊ എന്താ, RSSുമായി ചില സമയത്ത് കൂടും, ചില സമയത്ത് കൂടില്ല. അതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഒന്ന്, SDPIയുമായി നമ്മളെ പിന്തുണച്ചാൽ എന്താണ് കുഴപ്പം എന്നിപ്പോ നമ്മളോട് ചോദിക്കുകയാണ് മുഖ്യമന്ത്രി. അപ്പൊ SDPIയുമായി മുഖ്യമന്ത്രി കൂടും, PDPയുമായി മുഖ്യമന്ത്രി കൂടും, മുഖ്യമന്ത്രി RSSുമായിട്ടും കൂടും. അതിനാണ് അവസരവാദം എന്ന് പറയുന്നത്. കൃത്യമായ അവസരവാദമാണ് ഇത്. CPMന്റെ അവസരവാദമാണ്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവസരവാദമാണ്. എല്ലാ ന്യൂനപക്ഷ വർഗീയതയുമായും ഭൂരിപക്ഷ വർഗീയതയുമായും പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യുക. എന്ത് ചെയ്താലും ജയിക്കില്ല. കാരണം കേരളം ഈ തെരഞ്ഞെടുപ്പ് സെക്കുലറാണ് എന്ന് തെളിയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. SDPIയുമായി കൂട്ടുകൂടുമ്പോൾ ആ പിണറായി വിജയൻ ആദ്യം പോയി ചെയ്യേണ്ടത് SDPIക്കാർ കൊന്ന അഭിമന്യുവിന്റെ വീട്ടിൽ പോയി അവരുടെ മാതാപിതാക്കളുടെ കാല് പിടിച്ചു മാപ്പി ചോദിക്കണം. ആദ്യം അഭിമന്യുവിന് എന്റെ കയ്യിലുണ്ട് അന്നത്തെ ദേശാഭിമാനി പത്രം. അവര് കൊന്നതാണ് എന്ന് പറഞ്ഞു. അഭിമന്യുവിനെ കൊന്നതാണ് എന്ന് പറഞ്ഞു. എന്തൊരു പ്രചരണമായിരുന്നു അഭിമന്യുവിന് വേണ്ടി നടത്തിയ പ്രചരണം. ആ രക്തസാക്ഷികളോട് പോലും നീതി കാണിച്ചില്ലല്ലോ. ഇപ്പൊ എന്താണ് നടക്കുന്നത്? ഇപ്പൊ മുഖ്യമന്ത്രി ഞങ്ങളോട് വയനാട്ടിലെ കണക്ക് ചോദിക്കുക. വയനാട്ടിലെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ. വയനാട്ടിലെ കണക്ക് അത് പണി പൂർത്തിയാകുമ്പോൾ ഞങ്ങളുടെ കണക്ക് അവതരിപ്പിക്കും. ഒരു പ്രോജക്ട് പൂർത്തിയാക്കുമ്പോഴാണ് അതിന്റെ കണക്ക് അവതരിപ്പിക്കും. അത് പബ്ലിക്കിനോടാണ് പറയുന്നത്. CPMന് കണക്ക് കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. പബ്ലിക്കിനോട് ഞങ്ങൾ അവിടുത്തെ പ്രോജക്ട് പൂർത്തിയാക്കുമ്പോൾ പറയും. ഞങ്ങളോട് കണക്ക് ചോദിക്കാൻ വരുന്ന മുഖ്യമന്ത്രി ആദ്യം ചെയ്യേണ്ടത് ആ പയ്യന്നൂരിലെ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച പൈസ ആ ഏരിയ സെക്രട്ടറി MLAയും കൂടി എവിടെ മുക്കിയെന്ന് ആദ്യം അന്വേഷിക്കും. അഭിമന്യുവിന്റെ വേണ്ടിയിട്ട് പൈസ പിരിച്ചത് എവിടെ മുക്കിയെന്ന് അന്വേഷിക്കും. സ്വന്തം പാർട്ടിക്കാര്. തിരുവനന്തപുരത്ത് പ്രവീണിന് വേണ്ടി രക്തസാക്ഷി ഫണ്ട് പിരിച്ചിട്ട് അതെവിടെ മുക്കിയെന്ന് അന്വേഷിക്കും. സ്വന്തം പാർട്ടിക്കാര് രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിക്കുന്ന ഫണ്ട് വരെ മുക്കുന്ന പാർട്ടിയാണ്. അപ്പൊ CPMന്റെ പോളിറ്റ് ബ്യൂറോ നേതാവെന്ന നിലയിൽ സ്വന്തം പാർട്ടിക്കാര് പാവപ്പെട്ട രക്തസാക്ഷികളുടെ കുടുംബത്തിനെന്ന പേരിൽ നടത്തിയ ഫണ്ട് മുഖ്യതിനെ കുറിച്ച് അത് അന്വേഷിച്ചിട്ട് ഞങ്ങളോട് കണക്ക് ചോദിക്കാൻ വന്നാൽ അത്രയൊന്നും മുഖ്യമന്ത്രി ആയാലും മുഖ്യമന്ത്രി ഞങ്ങളോട് കണക്ക് ചോദിക്കില്ല. മുഖ്യമന്ത്രി ആദ്യം പോയി കണക്ക് ചോദിക്കും. സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ വന്നാണ്. ഇതൊന്നും ഒരു സംവാദമല്ലല്ലോ. അതല്ലല്ലോ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് അതല്ലല്ലോ. രക്തസാക്ഷികളുടെ ഫണ്ട് ഇപ്പോഴും രക്തസാക്ഷികളുടെ ഫണ്ട് അവസാനം കുഞ്ഞികൃഷ്ണൻ തെളിവ് കൂടി കൊണ്ടുവന്നല്ലോ.
രക്തസാക്ഷിക്ക് വേണ്ടി പൈസ പിരിച്ചത് ഏരിയ സെക്രട്ടറിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന്റെ തെളിവ് ഹാജരാക്കിയല്ലോ ഇല്ലേ? വിഷ്ണുവിന്റെ തിരുവനന്തപുരത്തുള്ള വിഷ്ണുവിന്റെ കുടുംബം പാർട്ടി വിട്ടു. രക്തസാക്ഷിത്വ ഫണ്ട് തട്ടിച്ചാളെ ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് CPM-ന്റെ നേതാവാക്കി. ഒരു മന്ത്രി ഇടപെട്ടിട്ട് ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത്. അപ്പൊ ഇവര് രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിച്ചതിനെ ചോദ്യം ചെയ്തവരെ ആണ് ഇവര് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ചോദ്യം ചെയ്തവരെ, കട്ടെടുത്തവരെ പാർട്ടി സംരക്ഷിക്കുകയാണ്. 3 അഭിമന്യുവിന്റെ കേസിലും അതുപോലെ വിഷ്ണുവിന്റെ കേസിലും പയ്യന്നൂരിലെ കേസിലും 3 രക്തസാക്ഷികളുടെ ഫണ്ടാണ് നമുക്ക് അറിയാവുന്നത്. ബാക്കിയൊക്കെ ഇനി പുറത്തു വന്നുള്ളൂ. രക്തസാക്ഷികൾ ഉണ്ടാവുന്നത് ഇപ്പോൾ ലോട്ടറി അടിക്കുന്ന പോലെയാണ്. CPM-ല് ബമ്പർ അടിക്കുന്ന പോലെ അവരുടെ പേരിൽ പൈസ പിരിച്ച് മുക്കലാണ്. ആ പാർട്ടി ഞങ്ങളോട് വയനാട് കണക്കും ചോദിച്ച് വരണ്ടാന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി നേരിട്ടുള്ള ഒരു സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? അത് അദ്ദേഹത്തിന് ആരെങ്കിലും ഉപദേശിച്ചാണ് വേണ്ടാന്ന്. അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ആ വാക്കൊന്നും ഞാൻ ഉപയോഗിക്കണം. ഞാൻ മുഖ്യമന്ത്രിയെ കുറിച്ച് അങ്ങനെയുള്ള മോശം വാക്കൊന്നും ഉപയോഗിക്കണം. അദ്ദേഹത്തിന് എന്തിനാ എന്നെ ഭയക്കേണ്ട കാര്യം? പിന്നെ ഇടയ്ക്ക് പോലീസിനോട് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത ഇന്റർവ്യൂ ഒക്കെ മറ്റേ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിക്കും. അത് അപ്പൊ എനിക്ക് ചിലപ്പോൾ സംശയം വരും. ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തതിന് അദ്ദേഹത്തിനാണ് ഇത്ര വിഷമിക്കുന്നതെന്ന്. ഇത് സ്റ്റാലിനിസ്റ്റ് റഷ്യയൊന്നും അല്ലല്ലോ. എതിരാളികളുടെ പുട്ടിന്റെ റഷ്യയല്ല, സ്റ്റാലിന്റെ റഷ്യയല്ല. ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തതിന് പോലീസിനെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ചു, മെറ്റയെ കൊണ്ട് ആ ഇന്റർവ്യൂ റിമൂവ് ചെയ്യിപ്പിച്ചു മുഖ്യമന്ത്രി. അത്രയും പോകണം മുഖ്യമന്ത്രി. 5 വർഷം കൊണ്ട് 4.5 ലക്ഷത്തോളം വീട് പണിതെന്നാണ് പറഞ്ഞത്. പക്ഷെ കോടിയിൽ അദ്ദേഹത്തിന് നൽകിയ മറുപടിയില് 3383 വീടേ ഉള്ളൂ. ഇത് ഞാൻ 15 പ്രാവശ്യം നിങ്ങളോട് മറുപടി പറഞ്ഞു. അത് മുഖ്യമന്ത്രി നേരിട്ട് ചെയ്ത ഇതാണ് 4000-ന്റെ കണക്ക്. ബാക്കിയുള്ള ഞാനിവിടെ വായിച്ചല്ലേ, നിങ്ങൾക്ക് കോപ്പി തന്നല്ലേ? അല്ലല്ല, നിങ്ങൾക്ക് അല്ലല്ല, ഞാൻ തന്നത് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞ കേക്ക് AK ബാലൻ തന്ന നിയമസഭയിൽ തന്ന കണക്ക്, പട്ടികജാതി വിഭാഗത്തിൽ എത്ര പണിതു, പട്ടികവർഗ വിഭാഗത്തിൽ എത്ര പണിതു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ തന്ന കണക്ക്, കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമിൽ കേരളം എത്ര വീട് പണിതു, സംസ്ഥാന ഗവൺമെന്റിന്റെ സ്കീമിൽ എത്ര പണിതു, ലോക്കൽ ബോഡികളുടെ സ്കീമിൽ എത്ര പണിതു എന്നെല്ലാം കൃത്യമായ കണക്ക് പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ തന്ന കണക്കാണ്. ഈ ഇദ്ദേഹത്തിന് ഇത് എഴുതി കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ ഈ മുഖ്യമന്ത്രിക്ക്. ഒന്നിൽ മുഖ്യമന്ത്രി മനഃപൂർവ്വം നുണ പറയുന്നു, അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്നവന്മാർക്ക് ഒരു വെളിവ് ഇതിനെ കുറിച്ചില്ല. താങ്കൾക്കെതിരെ വിമർശനം ഉന്നയിച്ചു, SDPIയുടെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ് അതിനുള്ള മറുപടി? താങ്കളുടെ നിലപാട് നോക്കിയിട്ട്? അല്ല, എന്റെ നിലപാട് കറക്റ്റാണ്. ഞങ്ങളുടെ നിലപാടാണത്. ഞങ്ങളന്ന് പറഞ്ഞാണ് ആ നിലപാട്. ഞാനിത് എപ്പോഴും എല്ലാം വ്യക്തിപരമായിട്ട് എന്റെ തലയിലേക്കാണല്ലോ എല്ലാം കൂടി വരുന്ന അവസ്ഥയാണ്. അതൊക്കെ കൂട്ടായി എടുത്ത തീരുമാനമാണ്. കൂട്ടായി എടുത്ത തീരുമാനത്തിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഏത് കാര്യത്തിലാണെങ്കിലും, പാർട്ടിയിലാണെങ്കിലും മുന്നണിയിലാണെങ്കിലും. മുന്നണി കൂട്ടായി എടുത്ത തീരുമാനമാണ്. അത് വേണ്ടാന്ന് വെറുതെ അങ്ങനെ കേൾക്കും. അദ്ദേഹത്തിന്റെ ചോദ്യത്തിനല്ലേ ഞാൻ മറുപടി പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്നാണ് അർത്ഥം. പത്രസമ്മേളനം നടത്തി വേണ്ടാന്ന് പറഞ്ഞാണ്. നിങ്ങൾക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ആഘോഷിച്ചില്ല വേണ്ടാന്ന് പറഞ്ഞത്. 2, PDPയുടെ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകിയെന്നുള്ളത് ഭയങ്കര ആഘോഷമാക്കി. PDP CPM-ന് പിന്തുണ കൊടുത്തത് നിങ്ങൾ ആഘോഷമാക്കിയില്ല, പലരും ആഘോഷമാക്കിയില്ല. ഇപ്പൊ SDPIയുടെ പിന്തുണ മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത് എന്താണ്? മുഖ്യമന്ത്രി SDPI ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നു, ആരെങ്കിലും വേണ്ടാന്ന് പറയുമെന്നാണ് ചോദിച്ചത് അല്ലേ? വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണയില്ലാന്ന് പുറത്തുനിന്ന് ഞങ്ങൾ അവർക്ക് അത് സീറ്റും കൊടുത്ത പാർലമെന്റ് ഇലക്ഷനോ അസംബ്ലി ഇലക്ഷനോ വല്ല സീറ്റും കൊടുത്തോ? അവർക്ക് കൊടുത്തോ? SDPI കോൺഗ്രസ് നേതാക്കള് ഓരോരുത്തരും വിളിച്ചു പറയുന്നു. UDF ഒരു തീരുമാനം ആരാ പറയുന്നത്? നിങ്ങൾ ഒന്നുകിൽ UDF ചെയർമാനായ ഞാൻ പറയണം, അല്ലെങ്കിൽ UDF കൺവീനറായ അടൂർ പ്രകാശ് പറയണം അല്ലേ? അന്ന് MM ഹസനാണ് കൺവീനർ. ഞാനാണ് പറഞ്ഞത്, എന്നെയാണ് ചുമതലപ്പെടുത്തിയത് UDF അത് പറയിപ്പിക്കാൻ വേണ്ടി. ഞാൻ എന്റെ പേര് വെച്ച് ഒപ്പിട്ടല്ലേ തീരുമാനം പറഞ്ഞത്. എന്ന് അല്ലേ, നമ്മളൊരു തീരുമാനം അന്ന് എടുത്തിട്ടുണ്ടല്ലോ, ആ തീരുമാനം നിലനിൽക്കുമല്ലേ, പിന്നെ എന്താ പ്രശ്നം? അപ്പൊ എന്നെ എല്ലാവരും പറയണ്ടല്ലോ. എല്ലാ സംഘടനകളും സമുദായ സംഘടനകളും മറ്റവരും അവരൊന്നും ഞങ്ങളുടെ പാർട്ടിയെ പറയില്ല, UDF-നെ പറയില്ല, കോൺഗ്രസിനെ പറയില്ല, എന്നെ മാത്രമേ പറയുള്ളൂ. അത് പറഞ്ഞോട്ടെ. സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു രഹസ്യമായി ഒരു അജണ്ട ഉണ്ടാക്കുന്നു, പരസ്യമായി തള്ളി പറയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്. അത് ഒരു രഹസ്യ അജണ്ടയിലല്ല, UDF തീരുമാനമല്ലേ ഞാൻ പ്രഖ്യാപിച്ചത്. UDF നിങ്ങൾ കുഞ്ഞാലൂർ സാഹിബിനോട് ചോദിച്ചു, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഡ്രാഫ്റ്റ് ചെയ്തത് ആ സ്റ്റേറ്റ്മെന്റ്.
വികസനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വികസനം പറയാം. ഈ വിഴിഞ്ഞ കാര്യത്തിന്റെ വിഷയങ്ങളൊക്കെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അന്ന് അതുമായി ബന്ധപ്പെട്ട് നേരിട്ട് സംബന്ധിക്കാൻ തയ്യാറാണ്. ഞാൻ പറയാം, ഇപ്പൊ തന്നെ പറയാം. വിഴിഞ്ഞം ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നതാണ് വിഴിഞ്ഞം. കല്ലിട്ട് പണി തുടങ്ങിയതാണ്. ഭൂമി അക്വയർ ചെയ്തത് മുഴുവൻ ഇതാണ്. ആ സമയത്ത് ഞങ്ങളിത് കൊണ്ടുവരുന്ന സമയത്ത് അത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ ആളാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ. ശരിയാണോ? അന്നത്തെ ദേശാഭിമാനിയുടെ കവർ പേജ് എന്ന് പറയുന്നത് കടൽ കൊള്ള എന്നാണ്. കടൽ കൊള്ള എന്ന് CPM വിശേഷിപ്പിച്ച 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പെന്നാണ് ഈ പദ്ധതിയെക്കുറിച്ച് ഞങ്ങളിത് കൊണ്ടുവന്നപ്പോൾ. ഞങ്ങളാണ് കൊണ്ടുവന്നത്, ഉമ്മൻചാണ്ടി സാറാണ് കൊണ്ടുവന്നത്. എന്നിട്ട് അത് നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കുകയാണ് എട്ടുകാര്യം മമ്മൂഞ്ഞിനെ പോലെ. അല്ല പിന്നെ എന്താ, പിന്നെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്നും കടൽ കൊള്ളയാണെന്നും പറഞ്ഞ പിന്നെ പദ്ധതിക്ക് അനുകൂലമാണെന്നാ? അല്ലല്ല, കരാറിൽ ഒരു വ്യവസ്ഥ മാറ്റിയില്ല. ഒരു കരാറിൽ ഒരു വ്യവസ്ഥ മാറ്റിയില്ല. ഇതേപോലുള്ള വർഗീയവാദി സംഘടനകളുടെ വോട്ടൊന്നും ആവശ്യപ്പെടുന്നു. ഇതൊക്കെ ഇത് വളരെ ജനറൽ ആയിട്ട് UDF-ന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ഓരോ സ്ഥലത്തും ഒരു തീരുമാനം പറഞ്ഞാണ്. ഞാനൊരു തീരുമാനം പറഞ്ഞാൽ പിന്നെ പറവൂരിന് ബാധകമാണ്. ഇവിടെ എനിക്കെതിരെ SDPI സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അതറിയോ? കഴിഞ്ഞ പ്രാവശ്യം SDPI സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് അവര് വേണ്ടി പ്രചരണം നടത്തിയിട്ട് VD സതീശനെ പറവൂരിൽ കുഴിച്ചു മൂടുമെന്നാണ് പറഞ്ഞത്. SDPI പറഞ്ഞത്. BJP പറഞ്ഞത് എന്നെ രാഷ്ട്രീയ വനവാസത്തിനയക്കുമെന്നാണ് BJP പറഞ്ഞത്. ഞാൻ അവരൊക്കെ ഫൈറ്റ് ചെയ്ത് വരുന്ന ആളാണ്. മനസ്സിലായില്ലേ? ഫൈറ്റ് ചെയ്ത് വരുന്നതാണ്. അവരൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് ഞാൻ മത്സരിക്കുന്നത്. നിങ്ങളെങ്ങനെ അങ്ങനെയൊന്നും ചോദിക്കണ്ട. അങ്ങനെയൊന്നും അല്ലല്ല, അതൊന്നും ചോദിക്കണ്ട. നിങ്ങൾ കുത്തിത്തിരിപ്പായിട്ട് ചോദ്യം ചോദിക്കണ്ട. വേണ്ടതേ വേണ്ട. അങ്ങനത്തെ ചോദ്യമൊന്നും ചോദിക്കണ്ട. ജനറൽ ആയിട്ടുള്ള UDF-ന്റെ തീരുമാനം പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ ഓരോ സ്ഥലത്തും ചോദിക്കുന്നത്. പിന്നെ എറണാകുളത്ത് എന്തായിരിക്കും, തൃപ്പൂണിത്തുറയിൽ എന്തായിരിക്കും? അങ്ങനെ BJP സഹായിക്കണം. ഇപ്പൊ അങ്ങനെയാ. ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അങ്ങനെയായ ഇപ്പൊ നിങ്ങൾ ഈ വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ വന്നപ്പോ അത് ചോദിച്ചില്ലല്ലോ. വെൽഫെയർ പാർട്ടിയുടെ എന്തായിരുന്നു നിങ്ങളെല്ലാം കൂടി ആഘോഷിച്ചത്? നിങ്ങളെല്ലാം കൂടി മാധ്യമങ്ങളെല്ലാം കൂടി ആഘോഷിച്ചത്? എന്നോട് കഴിഞ്ഞ 2 വർഷമായി ചോദിക്കുന്ന എല്ലാ ഇന്റർവ്യൂവിലും എന്നോട് ആദ്യം ചോദിക്കുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയറാണ്. നിങ്ങൾക്ക് പിന്നെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പോലും പറ്റൂലല്ലോ. ഇവർക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. കയ്യിലേക്കും ദേശാഭിമാനിക്കല്ലേ പറ്റുള്ളൂ ചോദ്യം ചോദിക്കാൻ. മറ്റേ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയല്ലെന്നല്ല, ഭാഷയായിട്ട് കിട്ടിയല്ല എല്ലാവർക്കും എന്നോടല്ലേ. അപ്പൊ എന്നോട് അധികം കുത്തിത്തിരിപ്പ് ചോദ്യമൊന്നും ചോദിക്കണ്ട. നിങ്ങൾക്കറിയല്ല ഞങ്ങൾക്ക് നല്ല ക്ലാരിറ്റി. മുഖ്യമന്ത്രിയെ പോലെ അല്ല. SDPIയുടെ അല്ലല്ല, നിങ്ങൾ ഇതുവരെ SDPIയോട് ചോദിക്കുമ്പോ SDPIയുടെ ആരുടെയും പിന്തുണ വേണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയല്ലേ. ഇതിനേക്കാൾ വലിയ അവസരവാദ രാഷ്ട്രീയം പറയണ്ടോ? അവസരവാദ രാഷ്ട്രീയം. നിങ്ങൾ ഇനി ക്ലാരിറ്റി ഇല്ല. അത്രയുള്ളൂ. അത് പറഞ്ഞേ. ഇവരെ ഏറ്റവും രസകരമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവര് ഈ മുഖ്യമന്ത്രിയുടെ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. കേരളം മുഴുവൻ ചിരിച്ച് മണ്ണ് കപ്പി. മുഖ്യമന്ത്രി ഇവരെ ചീത്ത വിളിക്കുന്നത്, അതായത് കൈരളിയും ദേശാഭിമാനി അല്ലാത്ത ആളെ പുള്ളി തിരിച്ചു വന്നിട്ട് ചീത്ത വിളിക്കുന്നതും അവര് ചീത്ത വിളിക്കുന്നതും അവര് മുഖ്യമന്ത്രിയോട് ചൂടാവുന്നതും ഭയങ്കര വാർത്തയായി. ഇന്നലെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. VD സതീശന്റെ ബൈക്കിലോ പത്രസമ്മേളനത്തിലോ വന്നിട്ട് കൈരളിക്കാരും ദേശാഭിമാനിക്കാരും മാക്സിമം പ്രകോപിപ്പിക്കുന്ന ചോദ്യം ചോദിക്കാം. എന്നിട്ട് മുഖ്യമന്ത്രിയെ പോലെ VD സതീശൻ ആക്ട് ചെയ്യുക. അപ്പം ബാലൻസ് ചെയ്തു പോകുന്നു. അല്ലല്ലേ, ബാലൻസ് ചെയ്തു പോകുന്നു. എല്ലാ ദിവസവും ചോദ്യം ചോദിക്കണ്ട. അല്ല, അന്ന് തന്നെ ഇവിടെ വന്നിരുന്നിട്ട് ഇതേ ചോദ്യം എന്നോട് എല്ലാ ദിവസവും ചെയ്യും. അതിലെ നിങ്ങളുടെ അല്ലല്ല, ആ ചോദ്യത്തിന് നിങ്ങളെ മറുപടി നിങ്ങളുടെ ലൈബ്രറിയിൽ പോയി നോക്കിയാൽ കിട്ടും. ഇതേണ്ട എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അപ്പുറത്തേക്ക് പറഞ്ഞോണ്ടിരിക്കുക. അത് ഇന്നലത്തെ കൂടാതെ ഒരു കാര്യം നിങ്ങൾ വിചാരിച്ചോ, നിങ്ങളുടെ AKG സെന്ററിൽ നിന്നിട്ട് എനിക്കെതിരെ ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചത് എങ്ങനത്തെ ക്യാമ്പയിനാണെന്ന് പറവൂരത്തെ ഏരിയ കമ്മിറ്റി വിളിച്ചു കൂട്ടിയ യോഗത്തിലാണ് പറഞ്ഞത്. പ്രധാനപ്പെട്ട ആളുവെന്ന് പറഞ്ഞത് 20 കാർഡ് ഇറക്കണം, 10 റീലും ഇറക്കണമെന്ന്. അവിടെ പോയ പാർട്ടിക്കാര് പുറത്തിറങ്ങി വന്നിട്ട് എന്നെ കേൾക്ക് ഞാൻ പറഞ്ഞത് അങ്ങ് ധൃതി പിടിക്കല്ലേ. പുറത്തിറങ്ങി വന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞത് ഇതാണ് പാർട്ടിയുടെ തീരുമാനം, സാറ് ശ്രദ്ധിക്കണം. പാർട്ടിക്കാര് ഇന്നലെ നിങ്ങൾ നടത്തിയ ഗൂഢാലോചന, അതായത് കൈരളിക്കാരും ദേശാഭിമാനിക്കാരും വന്നിട്ട് എന്റെ ബൈറ്റിൽ പ്രകോപനപരം, ഈ പാവം അങ്ങനെയൊന്നും ചോദിക്കുന്ന ഒരാളല്ല, പാവമാണ് ശരിക്കും. അത് അവിടെ നിന്നുള്ള ഡയറക്ഷനാണ്. അവിടെ നിന്ന് ഡയറക്ഷൻ കിട്ടിയിട്ട് ആ പാവം കിടന്ന് വിഷമിക്കുന്നുണ്ടല്ലേ. അതായത് എങ്ങനെയെങ്കിലും VD സതീശനെ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിക്കണം. ഇന്നലെ മുഖ്യമന്ത്രി പെരുമാറിയതുപോലെ ഞാനൊന്ന് പെരുമാറണം.
ഞാൻ പെരുമാറില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറയാം. ചേട്ടാ, അത് ഈ FCR എങ്ങനെയാണ് UDF-ന്റെ ഒരു അതും പറഞ്ഞു വെക്കുന്നത്. അത് നിങ്ങൾ ദേശാഭിമാനിക്കാരും ചോദിച്ചു. UDF ഒന്നും മിണ്ടിയില്ലല്ലോ, കോൺഗ്രസ് ഒരു നിലപാടും എടുത്തില്ലല്ലോ, പറഞ്ഞില്ലേ? ദേശാഭിമാനിക്കാരും ചോദിക്കുകയാണ് മുഖ്യമന്ത്രിയോട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് FCRI വിഷയത്തിൽ. ഞാൻ പ്രതികരിച്ചതിന് ശേഷമാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും FCRI വിഷയത്തിൽ പ്രതികരിച്ചത്. കോൺഗ്രസ് ദേശീയ നേതൃത്വം അതിശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്, പാർലമെന്റിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാനും അവരുടെ സ്വത്തുക്കളും സ്ഥാപനങ്ങളും കവർന്നെടുക്കാൻ വർഗീയ ലക്ഷ്യത്തോടുകൂടി സംഘപരിവാർ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യമാണ്. കൃത്യമായ സ്റ്റാൻഡേർഡ്. അത് തന്നെയാണ് ഞാൻ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലും മറ്റൊക്കെ ഉള്ളത്. ഇവിടെ വന്നിട്ട് അവന്മാര് അതെല്ലാം കഴിഞ്ഞിട്ട് ആറ്റിൻ തോലിട്ട ചെന്നായികളെ പോലെ ഈസ്റ്ററിനും ക്രിസ്മസിനും പോയി കേക്ക് കൊടുക്കും പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ വീട്ടിലും ബിഷപ്പുമാരുടെ അടുത്തും. അത് മനസ്സിലായില്ലേ? അവരെ മുഴുവൻ അവരുടെ ആരാധന അദ്ദേഹങ്ങൾ ആക്രമിക്കുകയും വൈദികന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും കന്യാസ്ത്രീകളെ ആക്രമിക്കുകയും ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ തടസ്സപ്പെടുത്തുകയും ക്രിസ്മസ് ആഘോഷിക്കാൻ പോലും സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ വഖഫ് ബില്ല് കൊണ്ടുവന്നതുപോലെ ഞാനത് വഖഫ് ബില്ല് കൊണ്ടുവന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു അത് ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ BJP ശ്രമിച്ചു. കുറച്ച് കൊട CPM പിടിച്ചു കൊടുത്തതിന്. അതായത് കുറച്ച് ക്രിസ്ത്യാനിയുടെ വോട്ട് വേണമെങ്കിൽ UDF പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറെ കൊട പിടിച്ചു കൊടുത്തു. ഈ മുനമ്പം വിഷയത്തിലൊക്കെ വഖഫ് ബോർഡൊക്കെ അപ്പീലിന് പോകണം. വഖഫ് ബോർഡ് എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്, CPM-ന്റെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് വഖഫ് ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത്. ആ വഖഫ് ബോർഡ് ചെയർമാൻ ഈ പാവപ്പെട്ട മുനമ്പത്ത് ജീവിക്കുന്ന പാവങ്ങൾക്കെതിരെ കേസിന് പോവാണ്. CPM അറിയാതെ പോകും. വേറെ വല്ല പാർട്ടിയിലാണെങ്കിൽ പറയാം. CPM-ന്റെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയ വഖഫ് ബോർഡ് ചെയർമാൻ ഈ മുനമ്പത്ത് താമസിക്കുന്ന പാവങ്ങൾക്കെതിരെ കേസിന് പോവാം. അപ്പൊ ആരുടെ കൂടെയാണ്? BJP-യുടെ കൂടെയാണ്. BJP അവിടെ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി നിൽക്കുക. ഞങ്ങളുള്ളപ്പോ അതൊന്നും നടക്കൂല. ഞങ്ങളവിടെ ഉണ്ട്. ഈ UDF-ന്റെ പൊതു തീരുമാനം എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ പ്രതിപക്ഷ പല കാര്യങ്ങളും പറയും. പണ്ട് PV Anwar-ന്റെ കേസിലും അങ്ങനെ പറഞ്ഞു. അവസാനം ഈ പൊതു തീരുമാനം എടുക്കുന്നവർ ഈ നിർണായക ഘട്ടത്തിൽ ശിവറിങ് വരുന്നുണ്ടോ? കാരണം അത് താങ്കൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരൊറ്റപ്പെട്ടു പോലും ഞങ്ങളുടെ തീരുമാനം. ആ തീരുമാനം ആരാ അറിയിക്കേണ്ടത്? അതിന്റെ ഉത്തരവാദിത്തം ആർക്കാ? അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാ? ആരാണ് അതൊക്കെ ഏറ്റെടുക്കാറ്? റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാറ്? UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അതിനേക്കാളും വലിയ സ്റ്റേറ്റ്മെന്റ് വാങ്ങാൻ ഇന്നലെ രാഹുൽ ഗാന്ധി കോട്ടയത്ത് പറഞ്ഞത് കേരളത്തിലെ ഒരു വനിതാ മുഖ്യമന്ത്രി ചുമതലയേൽക്കുന്ന സ്വപ്നം കാണുന്നതാണ്. പല വനിതാ നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും നല്ലൊരു ഡ്രീമാണ് അത്, നല്ല സ്വപ്നമാണ്. നമുക്ക് തന്നെ ഒരു വനിതകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കൊടുത്തില്ല എന്ന് പറയുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായ വളരെ നല്ല കാര്യമല്ലേ? അതിനെന്ത് കുഴപ്പം? അല്ല, അതെനിക്കറിയില്ല, ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോ ഇനി തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് 9 ദിവസം കൂടിയുണ്ട്. എങ്ങനെയാണ് ഈ അവസാന ഘട്ടത്തിൽ UDF-ന്റെ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് തിരിച്ചു. രാഹുൽ ഗാന്ധി ശബരിമല വിഷയം വീണ്ടും വലിയ ട്രോളായി പറഞ്ഞോ, ട്രോള പിന്നെ പറയാ. എന്താണ് സംഭവം? ചോദ്യം ചോദിക്കുക താങ്കൾ. ഞാൻ പറയട്ടെ, പിണറായി വിജയൻ എന്ന് പറഞ്ഞു, അതായത് സോണിയാഗാന്ധിയുടെ പടം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്തുണ്ടായിരുന്നു അല്ലെ? പിണറായി വിജയന്റെ പടമുള്ള ആദ്യം വന്നത് പുറത്തു വന്നത്. അങ്ങനെ പിണറായി വിജയൻ ഈ കളവിൽ പങ്കല്ല. അല്ല, എന്റെ ചോദ്യം ഇതാണ്. പിണറായി വിജയന്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന പടം ഉണ്ടല്ലോ, ആദ്യം വന്ന പടം അതാണ്. അപ്പൊ അല്ല ഞാൻ ചോദിക്കട്ടെ ഏത് പബ്ലിക് ഫംഗ്ഷൻ ആണെങ്കിലും സ്വകാര്യം പറയുന്നതും സംസാരിക്കുന്നതും അല്ലല്ലേ? ഞാൻ ചോദിക്കട്ടെ, വീട്ടിലൊരാൾ ഞാൻ ചോദിക്കട്ടെ, അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പോകുമ്പോ അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയോ അറിയപ്പെടുന്ന ആളുമാണോ? ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെ ആദ്യത്തെ പടം വന്നപ്പോ ഞങ്ങൾ ആരും മുഖ്യമന്ത്രിക്ക് ഈ കൊള്ളയിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. എന്റെ വീട്ടിൽ എത്ര പേര് വന്നു? ഒരുപാട് ചിലർ അപ്പോയിന്റ്മെന്റ് എടുത്തു വരും, ചിലർ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോകും. ഇതിൽ വന്ന ആരെങ്കിലും നാളെ ഏതെങ്കിലും സ്വർണ്ണ കള്ളക്കടത്ത് കേസിലോ വേറെ ഏതെങ്കിലും പോക്സോ കേസിലോ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിവിടെ വന്നിട്ട് ഞാൻ മിക്കവാറും പേരായിട്ട് ഫോട്ടോ കൊടുക്കും. ആ ഫോട്ടോ വെച്ചുകൊണ്ട് നിങ്ങൾ വർത്തമാനം പറയാൻ പോലെ ഞാൻ ഒറ്റ കാര്യമല്ല. വെയിറ്റ് 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നു. 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നു. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന് ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റ് കോടികൾ മേടിച്ചു. തിരിച്ച് ഒരു ഫേക്ക് മോൾഡ് അതിന്റെ ചെമ്പിലുണ്ടാക്കി അവിടെ കൊണ്ടുവച്ചു. ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഈ കുറ്റവാളികൾക്കെതിരായി ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടിയുടെ നേതാവാണ് പിണറായി വിജയൻ, CPM നേതാവ്. അച്ചടക്ക നടപടി എടുക്കാൻ പേടിയാണ്.
ബാക്കിയുള്ള മന്ത്രിമാരെയും മുൻ മന്ത്രിയുടെയൊക്കെ പേര് അവർ പറയുന്നുള്ള പേടി കൊണ്ട് ഒരു അച്ചടക്ക നടപടി. എന്റെ ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് ശബരിമലയിലെ സ്വർണം കവർന്ന ഈ കള്ളന്മാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ ഇരിക്കുക? സോണിയാഗാന്ധി അല്ല ഈ ചോദ്യം. ആ കൊള്ളക്കാർക്കെതിരെ എന്തുകൊണ്ട് ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാതെ വിറച്ചു നിൽക്കുന്നു? മുട്ട് വറച്ചു നിൽക്കാണ് പിണറായി വിജയൻ. അവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാതെ എന്നിട്ട് ജാമ്യം ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു, സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചു. എന്നിട്ട് SITയെ സ്വാധീനിച്ച് ചാർജ് ഷീറ്റ് പോലും കൊടുക്കാതെ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ മേടിച്ചു കൊടുത്ത് അവരെ പുറത്തിറക്കി അവരെ പ്രൊട്ടക്ട് ചെയ്ത കൊള്ളക്കാരെ സംരക്ഷിച്ച ആളാണ് പിണറായി വിജയൻ. നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചോ. അതെ ഭയങ്കര പാടായിരുന്നു. കരുണാകരൻ അദ്ദേഹം എത്ര പ്രാവശ്യം കാണാതെ പോകുന്നറിയാം. ലോകായുക്ത നിയമഭേദഗതി ഹൈക്കോടതി ശരിവെച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തിനൊരു തിരിച്ചടിയല്ല. എങ്ങനെ ലോകായുക്ത പ്രതിപക്ഷത്തിന് എന്താ തിരിച്ചടി? ആ ലോകായുക്തയുടെ എല്ലാം നഷ്ടപ്പെടുത്തി. അതിന്റെ പല്ലും അതിന്റെ നഖവും നഷ്ടപ്പെടുത്തി. ഇപ്പൊ ലോകായുക്ത എന്ന് പറയുന്ന ഒരു പ്രസക്തിയില്ലാത്ത സംഭവം. ഇതിന്റെ പല്ലും നഖവും ഇല്ല. നിങ്ങളത് വായിച്ചു നോക്ക്. കോടതി വിധി വന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഇവരുടെ കാലത്ത് തന്നെ കൊണ്ടുവന്ന ലോകായുക്തയ്ക്ക് ഒരു പല്ലും നഖവും ഉണ്ടായി. അതില്ല ഇപ്പൊ. ലോകായുക്ത വെറും വേസ്റ്റാണ്. ആരും നിങ്ങൾ അവിടെ കൊടുക്കുന്ന കേസുകളിലെ എണ്ണം നോക്കിയാൽ മതി. വന്നപ്പോ എത്ര കേസുണ്ട്? ഞാൻ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നിങ്ങൾക്ക് തരാം. ഇപ്പൊ ഒരാൾ അങ്ങോട്ട് പോകുന്നില്ല. കാരണം അവിടെ പോയിട്ട് യാതൊരു കാര്യമില്ല. എല്ലാത്തിലും വർത്തമാനം പറയാം. പാവം ഇങ്ങനെ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഇത് ഇന്നലത്തെ മറ്റേ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പാവം നല്ലത് പറഞ്ഞോട്ടാ. 50ാമത്തെ ചോദ്യം എന്നോട് ആ പാത്രം കൊണ്ട് ആ കയ്യിലിരിക്കുന്നവന്മാർ ഇങ്ങനെ ചെയ്യിക്കല്ലേ? അതെ അതെ അതെ. നേതാക്കൾ വിളിച്ചു പറഞ്ഞതൊക്കെ പറയുന്നത് അവിടെ ചാരന്മാരുണ്ടോ? ആ ഉണ്ടല്ലോ, ഉറപ്പായിട്ട് എനിക്കറിയാലോ. എനിക്കുണ്ടല്ലോ. അവിടെയൊക്കെ കലാപം നടക്കുവാണ്. ഇപ്പൊ നടക്കുന്ന റിബലുകൾ മുഴുവൻ അതിന്റെ പുറകിൽ CPMന്റെ സമുന്നതരായ നേതാക്കൾ അവരുടെ പുറകിലുണ്ട്. എന്നെ അവര് ബന്ധപ്പെടാറുണ്ട്. നീ കൂട്ടിക്കും. ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത്, ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആ ചോദ്യം ചോദിച്ച് അറിയാതെ ചെയ്യുന്നത് പുറത്തിറക്കി വിട്ടത്. CPMന്റെ ഉന്നതരായ നേതാക്കൾ CPMന്റെ അകത്ത് നടക്കുന്ന ഈ കലാപത്തിന്റെ പുറകിലുണ്ട്. അവർ ഞങ്ങളെ ബന്ധപ്പെടാറുണ്ട്. ഞങ്ങളെ ബന്ധപ്പെടാറുണ്ടെന്ന്. ഞാനവരുടെ പേരൊന്നും പറയില്ല. എന്റെ തല പോയാൽ പറയില്ല. അങ്ങനെ രഹസ്യമാണ്. അതൊന്നുമല്ല. നിങ്ങളുടെ എത്ര പേര് നിങ്ങള് ഈ മറ്റേ പിണറായി വിജയനെ MLA ആക്കിയ ആള് അദ്ദേഹം പിന്നെ BJPയുടെ കേന്ദ്രമന്ത്രിയായി. എന്താണ് എന്റെ അൽഫോൺസ് കണ്ണന്താനെ. എന്നിട്ട് പുലരെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു പിണറായി വിജയൻ കേന്ദ്രമന്ത്രിയായി കഴിഞ്ഞു. അറിയല്ലേ? അറിയിപ്പിക്കല്ലേ? 1, 2, 3, 4, 5 എന്ന് അറിയിപ്പിച്ചു. ആ രാജേന്ദ്രൻ ഇടുക്കിയിൽ MLA BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ പറഞ്ഞാണ്. അല്ല അതല്ല, നിങ്ങളുടെ കലാപത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് രഹസ്യ വിവരം കിട്ടുമെന്നറിയാൻ വേണ്ട. എനിക്ക് കിട്ടുന്ന പോലെ ആർക്കും കിട്ടൂല രഹസ്യ വിവരം. അതിൽ ഞാൻ ഇതറിയോ? നിങ്ങളെ പറഞ്ഞ് ഇന്ന് വിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഞാനില്ലെങ്കിൽ അറിയോ? ഇന്ന് അല്ല, സാധാരണ എന്തൊരു പാവമാണ് ശരിക്കും. അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ചോദ്യമൊക്കെ ചോദിക്കും, ആവശ്യത്തിനൊക്കെ ചോദ്യം ചോദിക്കും. അങ്ങനെ ഒരു മനഃപൂർവ്വമായിട്ട് ഇത് അലങ്കോലപ്പെടുത്തി എന്നെ ചൂടാക്കണമെന്ന് ഞാൻ ഒരിക്കലും ചോദിക്കാറില്ല. അത് ഒരിക്കലും ചോദിക്കാറില്ല. ഭയങ്കര ഡീസന്റാണ്. പക്ഷെ ഇന്ന് കണ്ടില്ലേ ഇത് എത്രാമത്തെ നോക്കി എന്നോട് ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസകരമായ കാര്യമാണ്. ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. അതേ ചിരിക്കണത്. അപ്പൊ ഞാൻ പെട്ടെന്ന് പ്രകോപിതരായി ചൂടായി ഞാൻ അകത്തേക്ക് പോവും. ഞാൻ ഇവിടെ കാസേരിട്ടു. മനസ്സിലായില്ല, വേറെ ഒന്നുമില്ല. ഈ ബിജെപി പ്രകടന പത്രികയില് ഓണത്തിനും ക്രിസ്മസിനും 2 ഗ്യാസ് സിലിണ്ടർ ഫ്രീയും, അതുപോലെ തന്നെ ശബരിമല വിഷയത്തിൽ CBIയുടെ അന്വേഷണവും, അതുപോലെ തന്നെ 3000 രൂപ പെൻഷനും ആക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒന്നാമത്തെ കാര്യം അവര് കാരണം ഇപ്പൊ സിലിണ്ടർ പോലും കിട്ടാനില്ല. ഇപ്പൊ സിലിണ്ടർ പോലും അവര് കാരണം കിട്ടാനില്ല. സിലിണ്ടർ ഉറപ്പുവരുത്തിയാണ് കേന്ദ്ര ഗവൺമെന്റ്. സിലിണ്ടർ കിട്ടാനില്ല. പിന്നെ ശബരിമല അന്വേഷണത്തിൽ ശബരിമല ഇരിക്കുന്ന റാന്നിയിലെ NDAയുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് ഞങ്ങൾ സർക്കാരിനെതിരായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കില്ലെന്നാണ് അല്ലേ പറഞ്ഞത്. അപ്പൊ രണ്ടും തെറ്റിപ്പാണ്. ഇനി ഞാൻ വേറെ കാര്യം കൂടി പറയാം. സാമ്പത്തിക സ്ഥിതി ഭദ്രമാണെന്നാണ് പറയുന്നത്. 2150 കോടി രൂപ മൂന്നാം ഗഡു കൊടുക്കണമായിരുന്നു ലോക്കൽ ബോഡി. കൊടുത്തില്ല. പൈസ ഇല്ല. 2100 ഇപ്പൊ ലോക്കൽ ബോഡിയുടെ 3 ഗഡുവായിട്ടാണ് കൊടുക്കുന്നത്. മൂന്നാം ഗഡു 2150 കോടി രൂപ കൊടുത്തില്ല. ഇപ്പൊ വാട്ടർ അതോറിറ്റിയെ കൊണ്ട് വലിയ ഹ്യൂജ് എമൗണ്ട് ലോൺ എടുത്തിട്ട് വകമാറ്റി ചെലവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പൂച്ച പെറ്റി കിടക്കുകയാണെന്ന് പറഞ്ഞതിന് വല്ല സംശയമുണ്ട്. ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞതിൽ വല്ല തർക്കമുണ്ട്. മൂന്നാമത്തെ ഗഡു ഏറ്റവും പ്രധാനപ്പെട്ടാണ് ലോക്കൽ ബോഡിക്ക് മൂന്നാമത്തെ ഗഡു എന്ന് പറയുന്നത്. കാരണം ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കേണ്ട പൈസയാണ്. ഒന്നും കൊടുത്തില്ല. ഡിസംബറിൽ കൊടുക്കേണ്ട പൈസയാണ് മൂന്നാം ഗഡു. ഡിസംബറിൽ കൊടുത്തില്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച് കൊടുത്തില്ല. ഇപ്പൊ
ആയില്ലേ? സാമ്പത്തിക വർഷം മാറുമല്ലേ? നാളെ മുതൽ കൊടുത്തില്ല, പൈസ കൊടുത്തില്ല, ഇല്ലെന്ന് പൂച്ച വെച്ചെടുക്കാന്ന് അവിടെ പൈസ ഇല്ല. കേട്ടാ ശരി.